ആയി വാ, കാണുമ്പോ തന്നെ കൊതിയാവണൂല്ലേ വായില്. അലിഞ്ഞു പോണ പോലത്തെ ഒരു മാംഗോ പുഡിംഗ് ആണ് കേട്ടത്. നല്ല ടേസ്റ്റ് ആണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് മാങ്ങ ചെത്തി തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അതിന്റെ പൾപ്പ് എടുത്തു. കുറച്ച് നോർമൽ പാലിൽ കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കട്ടയിലാണ്ട് കലക്കിയെടുത്തു. ബാക്കിയുള്ള പാല് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത പാലും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് അരികു ചെത്തി കളഞ്ഞ ബ്രെഡ് 1 ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ മേലെയായിട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ എല്ലായിടത്തും ആവണ രീതിയിൽ ഇട്ട് വെച്ച് കൊടുത്തു. അതിന് ശേഷം മാങ്ങയുടെ പൾപ്പ്, മാമ്പഴപ്പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ മാംഗോൻ്റെ തന്നെ ഐസ്ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഐസ്ക്രീമും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. രണ്ടാമത്തെ ലെയറും ബ്രെഡ് വെച്ച് കൊടുത്ത് അതുപോലെ തന്നെ ആദ്യം കസ്റ്റാർഡ് പൗഡറിൻ്റെ മിൽക്കും അതുപോലെ മാംഗോ പൾപ്പും മാംഗോൻ്റെ ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കാം. നല്ല രീതിയിൽ എല്ലായിടത്തും ആവണ രീതിയിൽ ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടി നമുക്ക് അതിനെ എല്ലായിടത്തും ആക്കി കൊടുക്കാം. അതിനുശേഷം കാഷ്യൂനട്ടും ബദാമും ഒക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് സെറ്റായതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.